നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം വലിയ തരത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വശത്ത് അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രായേലും, മറുവശത്ത് ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാഖിൽ കയറിക്കൊണ്ട് സൗദി അറേബ്യയും അമേരിക്കൻ സേന വലിയ തരത്തിലുള്ള നാശനഷ്ടം വരുത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഇറാഖിൽ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സഖ്യസേന ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണം വലിയ തോതിൽ അഴിച്ചുവിട്ടതെന്നുള്ളതും ഏകദേശം 10ഓളം പേർ ഇതിൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ ആക്രമണത്തിന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമാവുകയും വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ അത് പോകുന്നു. മാത്രമല്ല, ഇതിനെല്ലാം സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും പറയുന്നൊരു കാര്യം, പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഇറാഖിലെ ഒരു വിമത സേനയുണ്ട്. അവർ തീവ്രവാദി സംഘടനകളാണെന്നാണ് സൗദി അറേബ്യ അടക്കം പറയുന്നത്. അപ്പോൾ ആ സേനയ്ക്കെതിരെയാണ് ആക്രമണം നടത്തിയെന്നുള്ളതും അല്ലാണ്ട് യാതൊരുവിധ പ്രശ്നവും ഇതിലില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇറാഖിൽ ഇവരുടെ പ്രവർത്തനം ഇറാൻ്റെ പിന്തുണയോട് കൂടിയുള്ള ഒരു സായുധ സംഘടന കൂടിയാണിത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിലോട്ട് തങ്ങൾ മുതിരുന്നത് എന്നുള്ളതാണ് സൗദി അറേബ്യ ഔദ്യോഗികമായി പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരു സംഘടന വലിയ തരത്തിലുള്ള ശക്തി ഇറാഖിൽ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും അതിനെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ഇറാനാണെന്നുള്ള തരത്തിലും വലിയ തരത്തിലുള്ള ആരോപണം സൗദി അറേബ്യയും മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇറാഖ് സർക്കാർ, ഈ വിഷയം ബന്ധപ്പെട്ട് ഇറാഖ് സർക്കാർ പറയുന്നത് ഈ ആക്രമണം ഇറാഖിൽ ഭരണകൂടത്തിന് നേരെ ഉള്ള അറ്റാക്ക് അല്ലെന്നും ഇറാൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് നേരെയുള്ളൊരു സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും അറ്റാക്ക് മാത്രമായിട്ടാണ് ഈ സാധനം കാണുന്നതെന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇറാഖിൽ കയറി ആക്രമിച്ച സൗദി അറേബ്യയുടെ അമേരിക്കയുടെയും ഈ അറ്റാക്കിനെ തങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് ഇറാഖ് പറയുന്നത്. പക്ഷേ ഇതിനെതിരെ അതിശക്തമായി ഇറാൻ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇറാൻ്റെ ഒരു പ്രോക്സി സംഘടനയാണ് ഇത്തരത്തിൽ ഈ PMF എന്ന് പറയുന്നത്. ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ 30 വർഷങ്ങളായി കിഴക്കൻ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ തലസ്ഥാനമായ സൗദിയിലും PMF നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി വരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ 30 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ആക്രമണങ്ങളിൽ സൗദിയുടെ പ്രധാന എണ്ണപ്പാടങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ധന വിതരണ പൈപ്പ് ലൈനുകൾക്കും വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളത് സൗദി അറേബ്യയുടെ ഔദ്യോഗിക പത്രങ്ങൾ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളുടെ എണ്ണ കമ്പനികൾക്കും രാജ്യത്തിനു നേരെയുണ്ടായ ഈ ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സൗദി അറേബ്യയും അമേരിക്കയും തോന്നുന്നുള്ള ഒരു സഖ്യസേന ഇറാഖിൽ കയറി PMFനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമാണ് സൗദി അറേബ്യ പറയുന്നത്. ഇറാഖിൽ നിന്ന് PMF ആക്രമണം നടത്തുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് യമനിൽ നിന്ന് ഹൂതികളും ഇത്തരത്തിലുള്ള അറ്റാക്ക് സൗദിക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ PMFും മറുവശത്തു നിന്ന് ഹൂതികളും ഈ സൗദി അറേബ്യക്ക് നേരെ വലിയ തരത്തിലുള്ള യുദ്ധം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിലൂടെ തങ്ങൾ നീങ്ങിയത് എന്നുള്ളതും നമുക്കറിയാം. ഗൾഫ് മേഖലയിൽ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസമായി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനത്തിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിലോട്ടെല്ലാം കാര്യങ്ങളെല്ലാം പോയിരുന്നു. അമേരിക്ക പെട്ടെന്ന് തന്നെ ഇറാനെതിരെ ആക്രമിക്കുന്ന ആക്രമണത്തിൽ നിന്നും പെട്ടെന്ന് പിന്മാറുന്നു. ഇതിന് കാരണമായിട്ട് പലതരത്തിലുള്ള മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിച്ചത് അമേരിക്കയുടെ വെപ്പൺസിൽ വലിയ തരത്തിലുള്ള ഇടിവ് സംഭവിച്ചു എന്നുള്ളതും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി തന്നെ താൽക്കാലികമായിട്ട് യുദ്ധം നിർത്തിവെക്കുന്നു എന്നുള്ള തരത്തിലാണ് ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസം ഇത്തരത്തിലുള്ള ഒരു സൈലൻറ്റ് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ ഈ സൈലൻസിനെല്ലാം മറികടന്നുകൊണ്ട് ഇസ്രായേലും ഇറാനെതിരെ എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി ഇറാൻ്റെ മണ്ണിൽ കയറിയിട്ടല്ല, പക്ഷേ ഇറാഖിൽ കയറിക്കൊണ്ട് ഇറാൻ്റെ പ്രോക്സി സംഘടനകൾക്കെതിരെ സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്നുകൊണ്ട് അവരുടെ സഖ്യമാണ് വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനും തിരിച്ചടി എന്നുള്ളോണം ഏത് രീതിയിലായിരിക്കും ഇറാൻ്റെ തിരിച്ചടി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. ഇതുകൂടാതെ തന്നെ 10 ആൾക്കാർ മരിച്ചു എന്നതിന് കൂടാതെ ഏകദേശം 20ഓളം ആൾക്കാർക്ക് PMFലെ, അതായത് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ ആളുകൾക്ക് വലിയ തരത്തിലുള്ള പരിക്കുകൾ സംഭവിച്ചു എന്നുള്ളതും കൂടാതെ 32 പേർക്ക് അതീവ ദയനീയമായ അവസ്ഥയിലാണ് അവരുടെ അവസ്ഥ എന്നുള്ള തരത്തിലെല്ലാം PMF തന്നെ ഔദ്യോഗികമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഇറാഖിലെ പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് 7 പ്രവിശ്യകളിലാണ് അമേരിക്ക സൗദി സഖ്യസേന ആക്രമണം നടത്തി എന്നുള്ളതും അത് ബാഗ്ദാദ്, അതുപോലെ വാസിത്ത്, നിവേവെ, ബസ്ര അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിലാണ്, ഏകദേശം 7ഓളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു യുദ്ധം വലിയ തരത്തിൽ നടന്നത് എന്നുള്ളതും അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട് പോയി എന്നുള്ളതും ഔദ്യോഗികമായി തന്നെ ഇറാഖ് സേന കൃത്യമായി പറയുന്നുണ്ട്. ഇറാഖ് സേന പറയുന്നത് ഇത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധമല്ല എന്നുള്ളതും ഇറാൻ്റെ പ്രോക്സി തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും നടത്തിയൊരു യുദ്ധമാണ്. അതുകൊണ്ട് ഇതിനെതിരെ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഇറാഖിൻ്റെ സേന പറയുന്നത്. പക്ഷേ ഇറാൻ്റെ പ്രതികരണം പറയുന്നത് ഈ ആക്രമണങ്ങളോട് തങ്ങളല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്
ഇറാഖിലെ സേനയോട് പറഞ്ഞത് എന്നുള്ളതും തങ്ങളും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇറാൻ പറയുന്നത്. ഇതെല്ലാത്തിനും പുറമെ ഇപ്പം ഏറ്റവും പുതുതായി പുറത്തു വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പറയുന്നത് ഇത്തരത്തിലുള്ള തങ്ങൾ ഇനിയൊരു യുദ്ധത്തിന് മുതിരുന്നില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊരു 3 ദിവസത്തോളം വലിയ തരത്തിലുള്ള യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക നിർത്തിയത് കൊണ്ട് തങ്ങളും നിർത്തുന്നു. ഇനിയൊരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അത് അമേരിക്ക ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും എന്നുള്ള തരത്തിലെല്ലാം ഇറാൻ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പശ്ചിമേഷ്യ താൽക്കാലികമായി ഒരു യുദ്ധത്തിന് വിരാമം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും മാറാം എന്നുള്ള തരത്തിലോട്ട് പോകുന്നു. ഇന്നലത്തെ ഈ ഇറാഖ് ആക്രമണത്തോടു കൂടി ഇതിന് തിരിച്ചടി എന്നുള്ള രീതിയോളം PMF-ഉം അതുപോലെ തന്നെ മറ്റ് ഇറാൻ്റെ പ്രോക്സി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ വലിയ തരത്തിലുള്ള കാര്യങ്ങളോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇറാൻ കൂടി ഈ വിഷയം ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലോട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസം ആയിട്ട് ബാക്കി കുവൈത്തിനെയും ഖത്തറിനെയും ബാക്കി പല രാജ്യങ്ങളെയും ഇറാൻ ആക്രമിക്കുമ്പോൾ സൗദി അറേബ്യയിലോട്ടുള്ള ആക്രമണം നിർത്തിവെച്ചായിരുന്നു. തുടക്കത്തിലെല്ലാം സൗദി അറേബ്യയിലെ പല ഭാഗത്തോട്ടും വലിയ തരത്തിലുള്ള ആക്രമണം ഇറാൻ അയച്ചു വിട്ടിരുന്നെങ്കിലും പിന്നീട് ഇതെല്ലാം നിർത്തിവെക്കുന്നത് കണ്ടു. ഇപ്പം സൗദി അറേബ്യ തന്നെ ഇതിനെ ഇനീഷ്യേറ്റീവ് ചെയ്തതോടുകൂടി ഇനി കാര്യങ്ങളെല്ലാം എങ്ങനെ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് മറുപടിയായി ഇറാൻ ഏതൊക്കെ തരത്തിൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളതും അതിന് മറുപടിയായി അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നുള്ളതും, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയം ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.